മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണിയെ ഇത്രയും നാളും കണ്ണനും മഹാലക്ഷ്മി എല്ലാവരും വെറുതെ വിട്ടേക്കാറുണ്ടെങ്കിലും ഇപ്പോഴാണെങ്കിൽ കണ്ണൻ മാർക്കോയ്ക്ക് പൂർണ്ണ അവകാശം കൊടുക്കുന്നുണ്ട്. ഉണ്ണിയെ മാർക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ലാന്ന്. എന്തായാലും ഉണ്ണി ആസ്പത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം ഈ ദുർഗയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഉണ്ണിയാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല. ഇനിയിപ്പോൾ അവൻ കണ്ണനെ ആസ്പത്രിയിലേക്ക് എത്തിച്ചില്ലായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷനാവണേ? ഉണ്ണിയേട്ടൻ കണ്ണേട്ടനെയും കൊണ്ട് പോയേക്കല്ലേ, എത്രയും പെട്ടെന്ന് കണ്ണേട്ടനെ ആസ്പത്രിയിലാക്കും, അമ്മ സമാധാനമായിട്ടിരിക്കും എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്നിട്ടെന്താ അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എനിക്ക് അവനെ ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ല. ഞാനും കൂടി അവൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ, അപ്പോഴാണെങ്കിൽ അവൻ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ അവൻ എന്നെ കൊണ്ടുപോകാതെ പോയേ? എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് പാടില്ല. എന്നാലും കണ്ണൻ എങ്ങനെയായിരിക്കും ഇപ്പോൾ ശ്വാസം മുട്ട് വന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദുർഗ പറയുമ്പം ഈ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പുറകെ നിന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ദുർഗ അതൊന്നും കാണുന്നില്ല. ദുർഗയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തന്നെയാണ്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, അനന്തുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വിവരം ലക്ഷ്മി അറിയും. ലക്ഷ്മി ഈ സമയത്ത് ഇത് അറിഞ്ഞാൽ ലക്ഷ്മിക്ക് അത് പ്രശ്നമാവും. അതുകൊണ്ട് എന്തായാലും അനന്തുവിനെ വിളിക്കണ്ട, ഇനിയിപ്പോൾ എന്തായാലും മാർക്കോയെ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ദുർഗ ഫോണെടുത്ത് മാർക്കോയെ വിളിക്കാൻ തുടങ്ങിയതും കരുണ പറയുന്നുണ്ട്, അമ്മ എന്തിനാ മാർക്കോയെ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ, അതെന്താടി ഞാൻ മാർക്കോനെ വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പോൾ കണ്ണനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ കണ്ണനെ ആസ്പത്രിയിൽ എത്തിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഉണ്ണിയേട്ടനെ അമ്മയ്ക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം, എനിക്ക് അവനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സംശയം. എന്തായാലും ഞാൻ മാർക്കോയെ വിളിച്ച് വിവരം പറയാം. അവനാവുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണനെ എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. എനിക്ക് കണ്ണൻ്റെ കാര്യം എടുത്തിട്ട് ഒരു സമാധാനമില്ല. എൻ്റെ മോൻ എന്ത് സംഭവിച്ചു കാണുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ദുർഗ എണ്ണി പറക്കുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, ശരിക്കും അമ്മയുടെ മകൻ ഉണ്ണിയേട്ടനല്ലേ? പിന്നെ എന്തിനാ അമ്മ അണ്ണേട്ടൻ്റെ കാര്യത്തിൽ ഇത്ര ടെൻഷനാവണേന്ന് ചോദിക്കുമ്പം, നിൻ്റെ ഭർത്താവിൻ്റെ കാര്യമൊന്നും കൂടുതൽ പറയാതിരിക്കാൻ നല്ലത്. അവനെ എനിക്ക് ശരിക്കും അറിയാവുന്നത്. ആ സ്വത്തിനും പണത്തിനും വേണ്ടി അവൻ ആരെയും കൊല്ലാൻ ശ്രമിക്കും. അതുപോലെ കണ്ണനെ ഇനി വല്ല അപകടത്തിലും പെടുത്തുമെന്നാണ് എനിക്ക് പേടി. ഞാൻ മാർക്കോയ്ക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ണിയേട്ടൻ എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കരുണ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ആസ്പത്രിയിൽ വന്നേക്കാണ്. ആസ്പത്രിയിൽ വന്നിട്ട് ലോപ്പസിനോട് ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാറിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, കണ്ണൻ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നേരത്തെ കൊണ്ടുവന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ചും കൂടി വൈകിയായിരുന്നെങ്കിൽ നമുക്ക് കണ്ണൻ സാറിനെ നഷ്ടപ്പെട്ടേനെ. ഡോക്ടർ പിന്നെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഏതോ വിഷവാതകം ശ്വസിച്ചു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ സംഭവിച്ചു? കണ്ണൻ സാറ് ഉറങ്ങാല്ലായിരുന്നോ? ഉറക്കത്തിൽ എങ്ങനെ വിഷവാതകം ശ്വസിക്കണേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നത് മിക്കവാറും അത് ആ ഉണ്ണിയുടെ പണി തന്നെയായിരിക്കും. എന്നിട്ട് നമ്മൾ കണ്ടതല്ലേ അവൻ കണ്ണൻ സാറിനെ ആസ്പത്രി കൊണ്ടുപോകാതെ ആ വഴിയിൽ തള്ളിയിടണത്. അത് ശരിയാ, അവനെ എന്തായാലും ഞാൻ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളും കൊണ്ട് അവനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ നീ ഉണ്ണിയോട് കാര്യങ്ങൾ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കണ്ണൻ സാറിൻ്റെ വിവരം അറിഞ്ഞിട്ട് അവനെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും കൂടെ പോരുമായിരുന്നു. തൽക്കാലം അവനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ അവൻ്റെ ഫോണുണ്ട്. ഈ ഫോണിൽ നിന്ന് അവൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇനി അവനെ വെറുതെ വിടണ പ്രശ്നമില്ലാന്ന്. അങ്ങനെ മാർക്കോ നിൽക്കുന്ന സമയത്താണ് ഈ മാർക്കോയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിച്ച് മാർക്കോ ഫോൺ എടുത്ത് നോക്കിയതും ആരാന്ന് മനസ്സിലാവണില്ല. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തതും, മോനെ മാർക്കോ ഇത് ഞാനാടാന്ന് പറയണു. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പം, ഞാൻ കണ്ണൻ്റെ അമ്മയാണ്. എന്താ നിങ്ങളിപ്പോൾ വിളിച്ച? കണ്ണൻ സാറ് മരിച്ചോന്ന് അറിയാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ മോനെ നീ അങ്ങനെ ചോദിക്കുന്നത്? കണ്ണനെയും കൊണ്ട് ഇവിടുന്ന് ഉണ്ണി പോയിട്ട് ഒരു വിവരമില്ല. അവനെ ആസ്പത്രിയിൽ എത്തിച്ചോന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അവൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കണില്ല. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണോ ഇതെന്ന് ചോദിക്കുമ്പം, എന്ത് നാടകം മോനെ? രാത്രി കണ്ണൻ്റെ ചുമയും ഉണ്ണീനെ വിളിച്ചുള്ള ഒച്ചയും കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ചെന്നത്. അപ്പോൾ കണ്ണൻ ഉണ്ണിയുടെ ഡോറിൽ മുട്ടിക്കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഉണ്ണി പെട്ടെന്നൊന്നും ഡോറ് തുറന്നില്ല. പിന്നീട് ഞാനും കൂടി വിളിച്ചത്, പിന്നെ അവൻ ഡോറ് തുറന്നത്. എന്നിട്ട് എന്താ നിങ്ങൾ അവരുടെ കൂടെ ആസ്പത്രിയിലേക്ക് വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരാനൊരുങ്ങിയതാ. ഉണ്ണിയാണ് പറഞ്ഞത് എന്നോട് ചെല്ലണ്ട, അവൻ തന്നെ കൊണ്ടുപോയിക്കോളാന്ന്. അതാ ഞാൻ വരാണ്ടിരുന്നത്. അപ്പം തൊട്ട് ഞാനിവിടെ ടെൻഷനായിട്ടിരിക്കുക. കണ്ണൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിലവിൽ കണ്ണൻ സാറിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ വേറൊരു മകന് കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, ആർക്കാ മോനെ? ഉണ്ണി എന്തി? ഉണ്ണി അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം, അവന് ഇവിടെയൊന്നുമില്ല. എന്തായാലും അവൻ ചെയ്തതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എനിക്ക് അവനെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ലേന്ന് ചോദിക്കുമ്പം, ഇല്ല മോനെ എനിക്കൊന്നും അറിയില്ല. രാത്രി ഞാൻ പെട്ടെന്ന് കണ്ണൻ്റെ ചുമ കേട്ട ഉറക്കം തെളിഞ്ഞ് വന്ന് കണ്ണൻ ആ സമയത്ത് എങ്ങനെയാണ് ശ്വാസം മുട്ടുണ്ടായെന്നും എനിക്ക് മനസ്സിലായിട്ടില്ലാന്ന്. എന്തായാലും അമ്മ ടെൻഷനാവൊന്നും വേണ്ട. കണ്ണൻ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലായി വന്നുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ കണ്ണൻ സാറിനെ നമുക്ക് നഷ്ടപ്പെട്ടേനെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ, എൻ്റെ മോനൊന്നും സംഭവിച്ചില്ലല്ലോ മോനെ എന്ന് ചോദിക്കുമ്പം, ഇല്ല നിലവിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞ് മാർക്കോ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
ദുർഗ ഫോൺ വെച്ചതും കർണൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ മാർക്കോ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ ഇപ്പോൾ ആസ്പത്രിയിലുണ്ട്, കണ്ണന് കുഴപ്പമൊന്നുമില്ല, ഉണ്ണി എന്തായാലും ആസ്പത്രിയിലൊന്നുമില്ല എന്ന്. ആ സമയത്ത് കർണൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഉണ്ണിയേട്ടനെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം അത് നീ എന്നോടാണോ ചോദിക്കുന്നത്, ഇനി മനഃപൂർവ്വം നീയും അവനും കൂടെ ചേർന്ന് കണ്ണനെ കൊല്ലാൻ നോക്കിയതാണോ ഓടി എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണതാണോ ഓടി കുഴപ്പം, നീ ഒന്നാമതേ ആ കൊലയാളിയുടെ മോള, അത് മാത്രമല്ല നിൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എന്ന് പറയുന്ന ഉണ്ണിയാണെങ്കിലും ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാ, അവനക്ക് സ്വത്തും പണവും മാത്രം മതി, വേണമെങ്കിൽ അവൻ എന്നെ കൊല്ലാനും മടിക്കൂലെന്ന്. എന്നിട്ടിപ്പോൾ കണ്ണേട്ടനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം കണ്ണന് കുഴപ്പമൊന്നുമില്ല എന്നാണ് മാർക്കോ പറഞ്ഞ. പിന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനം എടുക്കണമെന്നും മാർക്കോ പറഞ്ഞു എന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി ഒരു പേടി പോലെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ ഒന്നുമില്ല, കണ്ണേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് കേട്ടുള്ള ഇതാണെന്നും പറഞ്ഞുകൊണ്ട് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ ഓപ്പോസിനോട് പറയുന്നുണ്ട് അവനത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കണ്ണൻ സാർ അവൻ്റെ റൂമിൽ മുട്ടി വിളിച്ചിട്ട് അവൻ വാതിൽ തുറന്നൊന്നുമില്ല. പിന്നീട് കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയും ഒരുപാട് വിളിച്ചേ പിന്നെ അവൻ വാതിൽ തുറന്നത്. അതുമാത്രമല്ല അവനോട് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് കണ്ണൻ സാറിൻ്റെ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞപ്പം ഇവൻ മനഃപൂർവ്വം കണ്ണൻ സാറിൻ്റെ അമ്മേനെ ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നത് കണ്ണൻ സാറിനെ വഴിയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതാ നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ച. അവൻ കണ്ണൻ സാറിനെ ഉന്തി നിലത്തേക്ക് ഇടുന്നതല്ലേ നമ്മൾ കണ്ടേന്ന്. അന്നേരം ലോപ്പസ് പറയുന്നുണ്ട്, എന്തായാലും ഇനി അവനെ വെറുതെ വിടരുത് മാർക്കോ, ഇത്രയും നാളും നമ്മൾ അവനോട് പരമാവധി ക്ഷമിച്ചതാ, ഇനി അവനോട് ക്ഷമിക്കണ പ്രശ്നമില്ല, എന്തായാലും കണ്ണൻ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ണൻ സാറിനെ ഒന്ന് കയറി കണ്ടിട്ട് വേണം അവനെ പോയി കാണാൻ. അന്നേരം ലോപ്പസ് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ടാ ഞാനും വരാമെന്ന് പറയുമ്പോൾ ഇല്ല നീ ഇവിടെ നിന്നോ, ഇവിടെ ആരെങ്കിലും വേണ്ടേ, നമുക്ക് ഈ വിവരം സാഗറിനെ അനന്തു സാറിനെയൊക്കെ വിളിച്ച് അറിയിച്ചാലോ എന്ന് ചോദിക്കുമ്പം മാർക്ക് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും രാത്രി ഈ നേരമായില്ലേ, ഇപ്പം എന്തായാലും ആരെയും അറിയിക്കണ്ട, ഇനി അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, കണ്ണൻ സാർ ഇപ്പോൾ ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയല്ലേ, രാവിലെ ആവട്ടെ, അപ്പോൾ എല്ലാവരെയും വിളിച്ച് വിവരം അറിയിക്കാം, തൽക്കാലം ഞാൻ കണ്ണൻ സാറിനെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ മാർക്കോയാണെങ്കിൽ പോയി ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കണ്ണൻ സാറിനെന്ന് ചോദിക്കുമ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ആളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല, കുറച്ച് സമയം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ആൾ മരിച്ചു പോയേനെ, അത്രയ്ക്കും വീര്യം കൂടിയ വിഷവാതക അയാൾ ശ്വസിച്ചേക്കണേ. അതെന്ത് വാതകമാണെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ വിശദമായി പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും വിഷവാതകത്തിൻ്റെ എഫക്റ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അതിനെന്താ നിങ്ങൾ കയറി കണ്ടു എന്ന് പറയണു. അങ്ങനെ മാർക്കോ കണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെയോ ദുസ്വപ്നം കണ്ട് കണ്ണന് അപകടം വന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേക്കാണ്, കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് എണീക്കണേ. ഈ കരച്ചിൽ കേട്ടതും നമ്മളുടെ ലേഹിയാണെങ്കിൽ ഓടി വരുന്നുണ്ട്. എന്താ മഹി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് കണ്ണേട്ടൻ എന്തോ ആപത്ത് വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ലേഹേ, നിനക്ക് തോന്നിയതായിരിക്കും മഹി, കണ്ണേട്ടന് എന്താ ആപത്ത് വരാനാ, കണ്ണേട്ടന് ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരിക്കും എന്ന് പറയുമ്പം ഇല്ല ലേഹേ എനിക്കൊരു സമാധാനമില്ല, ഞാൻ എന്തായാലും കണ്ണേട്ടനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് മഹാലക്ഷ്മിയാണ് ഈ ഫോൺ എടുത്ത് കണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ ബെല്ലടിക്കണേ അല്ലാതെ കണ്ണൻ കോൾ അറ്റൻഡ് ചെയ്യണില്ല. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, മഹി ഈ സമയത്ത് കണ്ണേട്ടൻ നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്ത, അല്ലെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചേക്കായിരിക്കും, നീ എന്തായാലും സമാധാനപ്പെട്ട് കിടന്നുറങ്ങ്, നമുക്ക് രാവിലെ വിവരം അന്വേഷിക്കാമല്ലോ എന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കെന്തോ പേടിയാവുന്നു ലേഖയെന്ന് പറഞ്ഞതും ലേഖ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല മഹി, എന്തായാലും നീ ഒന്ന് കിടന്നുറങ്ങുമെന്നും പറഞ്ഞ് ലേഖ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലണ മാർക്കോ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ കണ്ണൻ സാറേ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മാർക്കോ, ഞാൻ ഉറങ്ങാൻ കിടന്നതാ, എന്തൊക്കെയോ അസ്വസ്ഥതകളുമായിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്, ഉറക്കം തെളിഞ്ഞതും എനിക്ക് ശ്വാസം മുട്ടലും ചുമയുണ്ടായി, പിന്നെ ഞാൻ വേഗം തന്നെ കട്ടിലേൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി, പുറത്തെത്തിയതും എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായി, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടണ പോലെ തോന്നി, വേഗം തന്നെ വീൽ ചെയർ എടുത്ത് ഞാൻ ഉണ്ണിയുടെ റൂമിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഉണ്ണീനെ ഒരുപാട് പ്രാവശ്യം വാതിലിൽ മുട്ടി വിളിച്ചു, പക്ഷേ അവൻ വാതിൽ തുറന്നില്ല. എൻ്റെ ഒച്ച കേട്ടിട്ട് അമ്മ വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞ് അവനെ വിളിച്ചപ്പോഴേ അവൻ വാതിൽ തുറന്ന് ഇറങ്ങിയത്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ കണ്ണൻ സാറിനെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായോ നോക്കുമ്പം ഇല്ല മാർക്കോ, അവൻ പെട്ടെന്നൊന്നും റെഡിയായി വരാൻ തയ്യാറായില്ല. അമ്മ കുറേ വഴക്ക് പറഞ്ഞതിന് ശേഷം അവൻ എന്നെ കാറിലിരുത്തി കാർ ഡ്രൈവ് ചെയ്തും കൂടി പോരാൻ തുടങ്ങി. ആ സമയത്ത് അമ്മ പറഞ്ഞത് അമ്മയും വരാമെന്ന്, പക്ഷെ അവൻ എന്താണെന്നറിയില്ല അമ്മയെ മനഃപൂർവ്വം ഒഴിവാക്കി. പിന്നീട് കുറച്ച് ദൂരം വന്നതും അവൻ കാറ് നിർത്തിയിട്ടു. അപ്പം പെട്ടെന്ന് ആസ്പത്രിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞതും അവൻ കാറ് സ്റ്റാർട്ടാവണില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം കാറ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് കാറിൻ്റെ മുമ്പിൽ പോയി വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു മാർക്കോ. അപ്പം ഞാൻ അവനോട് എന്നെ ആസ്പത്രിയിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടൊന്നും അവനത് കേൾക്കണ്ടായില്ല. അവൻ ഒരു കൊലച്ചിരി ചിരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പം തന്നെ എനിക്ക്
മനസ്സിലായി ഇവൻ മനഃപൂർവ്വം ചെയ്യണേന്ന്. അങ്ങനെ ഞാൻ കാറിൽ നിന്ന് ഒരു രക്ഷയില്ലാതെ ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടി. എന്നിട്ട് ഞാൻ ഇവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നതും ഇവൻ എന്നോട് ചോദിച്ചു, നിങ്ങളപ്പോൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയില്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോടാമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു. അപ്പോൾ ഇവൻ നിങ്ങൾ പോയി ചാവ്, നിങ്ങളിനി ജീവിച്ചിരിക്കണ്ടെന്നും പറഞ്ഞ് എന്നെ ഉന്തിയിട്ട ആ സമയത്താണ് നിങ്ങൾ വന്നത്. ഭാഗ്യം കൊണ്ടാണ് നിങ്ങളവിടെ വന്നത്, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയേനേന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ആ സിദ്ധയായ അമ്മ എന്നോട് വൈകിട്ട് തന്നെ പറഞ്ഞിരുന്നു എന്തോ ഒരു അപകടം കണ്ണൻ സാറിന് വരാൻ പോവാന്ന്. അതെന്താന്ന് മാത്രം അമ്മയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയല്ല അതിന് കാരണം, മിക്കവാറും ഉണ്ണിയും കരുണയായിരിക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കോ പറഞ്ഞത് ശരിയാ മാർക്കോ, അവൻ മനഃപൂർവ്വം എന്തോ ചെയ്തതാ, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവനെന്നെ കൊല്ലാൻ നോക്കിയതാണ്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് പല പ്രാവശ്യം അവനെ ഞാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയതാ. അപ്പോഴൊക്കെ കണ്ണൻ സാറും മഹാലക്ഷ്മിയും അതിൽ നിന്നും എന്നെ തടഞ്ഞത്. ഇനി എന്തായാലും അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുത്താലും കണ്ണൻ സാറ് പിന്നീട് എന്നെ അതും പറഞ്ഞ് പഴിക്കരുതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല മാർക്കോ, ഞാൻ എപ്പോഴും അവനെ എൻ്റെ സ്വന്തം അനുജനായിട്ടാണ് കണ്ടിട്ടുള്ളൂ. പക്ഷേ അവനെ ഒരിക്കലും എന്നെ ചേട്ടനായിട്ട് കണ്ടിട്ടില്ല. അവനൊക്കെ എപ്പോഴും എൻ്റെ സ്വത്തും മുതലും വേണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ അവനും തന്നെ കൊല്ലാൻ ശ്രമിച്ചത്. എന്തായാലും ഇനി അവനെ വെറുതെ വിടേണ്ട കാര്യമില്ല. മാർക്കോ അവനെ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ, ഞാനതിന് തടസ്സമായിട്ട് വരില്ല എന്ന്. അങ്ങനെ മാർക്കോ കണ്ണനോട് എന്നാൽ പിന്നെ നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വെളിയിൽ വന്നതും ലോപ്പസിനോട് പറയുന്നുണ്ട്, ലോപ്പസെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്, ഞാൻ പോയി ആ ഉണ്ണിയെ ഒന്ന് വിശദമായി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് മാർക്കോ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഉണ്ണിയുടെ ഫോണിപ്പോൾ ഉള്ളത് മാർക്കോയുടെ കയ്യിലായതുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ വിവരമൊന്നും അറിയാൻ പറ്റാതെ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ മാർക്കോയെ എങ്ങാനും ഉണ്ണിയേട്ടനെ പിടിക്കുമോ, ഉണ്ണിയേട്ടനെ മാർക്കോയുടെ കൈ കിട്ടിയാൽ പിന്നെ ബാക്കി വെച്ചേക്കില്ലല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്തതിനൊന്നും പോകണ്ട, കണ്ണനും മഹാലക്ഷ്മിക്കും ദൈവങ്ങളുടെ കാവലുള്ളതാണ്. അന്നേരം എന്നെ പരിഹസിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ, അന്വേഷിക്കാനാണെങ്കിൽ ആരുമില്ല. അച്ഛനും അമ്മാവനും ആണെങ്കിൽ ജയിലിലായി, പിന്നെ മുത്തശ്ശീനെയും കൊണ്ടൊന്നും സാധിക്കുകയില്ല. പിന്നെ ഞാനിത് ആരോട് പറയും? ഇനിയിപ്പോൾ ഉണ്ണിയേട്ടനാണ് കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിഞ്ഞാൽ ആ മാർക്കോ ഉണ്ണിയേട്ടനെ വെറുതെ വിടുമെന്നും തോന്നണില്ല എന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദുർഗയാണെങ്കിൽ പൂജാമുറി കയറി അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാനെ, എൻ്റെ മോനൊരാപത്തും വരുത്തിയില്ലല്ലോ, എൻ്റെ മോനെ കാത്തോളണേ, എൻ്റെ മോനൊരാപത്തും വരാതെ രക്ഷിച്ചതിന് ഭഗവാന് വേണ്ടി ഞാൻ നേർച്ചകൾ ഒരുപാട് കഴിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെ ആണെങ്കിൽ ഇങ്ങനെ കസേരയിൽ കെട്ടിയിട്ടിട്ടാണല്ലോ മാർക്കോ പോയേക്കണേ. ഉണ്ണി കസേരയിൽ ഇങ്ങനെ കെട്ടഴിച്ച് എണീറ്റ് പോകാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് അതിനൊന്നും പറ്റണില്ല. അങ്ങനെ ഉണ്ണി കെട്ടഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കോ അങ്ങോട്ട് വരുന്നുണ്ട്. മാർക്കോ വന്നതും ഉണ്ണിയുടെ കരണ നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, മാർക്കോ എന്നെ എന്തിനാ തല്ലണേന്ന് ചോദിക്കുമ്പോൾ, നിന്നെ തല്ലുമല്ല, ഞാൻ കൊല്ലാനാണ് പോണത്. എന്തായാലും ഇനി നീ രണ്ട് കാലിൽ നടക്കണ്ട. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ കണ്ണൻ സാറ് നടന്നു തുടങ്ങിയെന്ന്. അപ്പോൾ കണ്ണൻ സാറിൻ്റെ വീൽ ചെയർ ഇനി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഇനി നീ ആ വീൽ ചെയറിൽ നടന്നാൽ മതി. എന്തായാലും നിന്നെ ഞാൻ വീൽ ചെയറിൽ ഇനി നടത്തുള്ളൂ എന്നും പറഞ്ഞ് ഈ മാർക്കോയാണെങ്കിൽ ഉണ്ണിയുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, മാർക്കോ ദയവ് ഇതെന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് പല പ്രാവശ്യം നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും ഞാൻ താക്കീത് തന്നിരുന്നതാ. കണ്ണൻ സാറിനോ മഹാലക്ഷ്മിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിന്നെയും അവളെയും ഞാൻ ഈ ഭൂമിയിൽ വച്ചേക്കൂലാന്ന്. എന്നിട്ട് നീ എന്ത് ധൈര്യത്തിലാടാ കണ്ണൻ സാറിനെ കൊല്ലാൻ നോക്കിയത്? അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, മാർക്കോ എന്തൊക്കെയാണ് പറയണേ, ഞാൻ കണ്ണേട്ടനെ കൊല്ലാനൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞതും മാർക്കോയാണെങ്കിൽ വീണ്ടും ഉണ്ണിയുടെ കരണം പുകച്ചോറിനെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വീണ്ടും നീ കള്ളം പറയണോടാ, നീ കണ്ണൻ സാറിനെ കൊല്ലാൻ നോക്കിയതും അതുപോലെ വണ്ടി സ്റ്റാർട്ടാവില്ല എന്നും പറഞ്ഞ് വഴിയിലിട്ടിട്ട് കണ്ണൻ സാറ് കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നീ കണ്ണൻ സാറിനോട് ചാവാൻ പറഞ്ഞ് ഉന്തി വിട്ടതെല്ലാം കണ്ണൻ സാർ എന്നോട് പറഞ്ഞിടാന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഉണ്ണി ഭയന്ന് പറിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലായിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഉണ്ണിയുടെ കാര്യം ഇതോടുകൂടി തീരുമാനമാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.